PVR ഫോർമാൽ ഓഡി 7 2K ലേസർ പ്ലസ് 7.1 വരുന്ന ഈ സ്ക്രീനിലായിരുന്നു ദിൽസെ റിലീസ് ഒരു ചാർട്ട് ചെയ്തിരുന്നത്. बैरिक्स वैली एक्सप्रेस पकड़नी है. वैसे थोड़ा लेट. ഷാറുഖ് ഖാൻ്റെ ബർത്ത്ഡേ റിലീസുകളിൽ ദിൽസെ ഞാൻ കണ്ടത് ഇതിലെ പാട്ടുകൾക്ക് വേണ്ടിയായിരുന്നു. ലൈഫിൽ എടുത്ത നല്ല തീരുമാനങ്ങളൊന്നായിരുന്നു ദിൽസെ റിലീസിങ് ടൈമിൽ തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത്. കാരണം ഇവർക്ക് ഇതിൻ്റെ നെഗറ്റീവ് അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇവർ ചെയ്തിരിക്കുന്ന വർക്ക്, അതായത് ഈ 4K റീമാസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പാട്ടുകൾ, റഹ്മാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന പാട്ടുകൾ, അത് ഈ ലോകം എത്ര കാലം ഉണ്ടോ അത്രയും കാലം ഈ പാട്ടുകൾ ഇങ്ങനെ ഉണ്ടാവും. ഇത് ഇവർക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ ഈ പാട്ട് ഇവർ ചെയ്തിരിക്കുന്നതെല്ലാം നല്ല മിക്സിങ്ങും കാര്യങ്ങളായിരുന്നു. നല്ല രസമായിരുന്നു എല്ലാ പാട്ടുകളും ഇങ്ങനെ കേട്ടിരിക്കാൻ. ഈ സിനിമയിലെ പാട്ടുകളെക്കുറിച്ച് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഗംഭീരമായിട്ടുള്ള മ്യൂസിക്കാണ് റഹ്മാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. മണിരത്നത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ട്രിളജി എന്ന് വേണമെങ്കിൽ പറയാം. റോജയ്ക്ക് ശേഷം ബോംബെ വന്നു. ബോംബെക്ക് ശേഷമാണ് ദിൽസെ പറയുന്നത് ആ ഒരു അസം, ആ ഒരു ഭാഗത്ത് നടക്കുന്ന ഒരു ഇൻസർജൻസിയാണ്. 1971 ആ കാലഘട്ടങ്ങളിലൊക്കെ തുടങ്ങിയതാണെങ്കിൽ പോലും സ്റ്റിൽ 2025 ഇപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതാണ് വളരെ വേദനിപ്പിക്കുന്ന കാര്യം. ഇത് തീരുന്നില്ല, അല്ലെങ്കിൽ ഇത് തീർക്കാൻ വേണ്ടി ആരും ഇറങ്ങുന്നില്ല. തീരുന്നില്ല, അതാണ് പ്രശ്നം. ആക്ച്വലി ദിൽസെ ഒരു യുണീക്കായിട്ടുള്ള ഫിലിമാണ്. കാരണം ഒരു നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന ആ ഒരു ഇൻസർജൻസി ഇതെല്ലാം പ്രോപ്പറായിട്ട് കാണിക്കുക. പിന്നെ റൊമാൻസ് വിത്ത് ടെററിസം, ഈ ഒരു ബ്ലെൻഡ്, ഒരു മ്യൂസിക്കൽ എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിൽസെ സംതിങ് യുണീക്കായിട്ടുള്ള ഒരു പടമാണ്. പിന്നെ ഷാറുഖ് ഖാൻ്റെ ഇതിനകത്തുള്ള പെർഫോമൻസ്, ആക്ച്വലി എനിക്ക് ദിൽസയിലെ സ്വദേശിലേക്ക് ഷാറുഖ് ഖാൻ്റെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടമാണ്. പുള്ളിയുടെ പെർഫോമൻസ് കുറച്ചൊക്കെ മിക്ക സിനിമകളിലൊക്കെ ഒരു പൊടിക്ക് മുമ്പിൽ നിൽക്കുന്ന രീതിയിലാണെങ്കിൽ പോലും എനിക്ക് ഈ ദിൽസെ എന്ന് പറയുന്ന പടം, സ്വദേശ് എന്ന് പറയുന്ന പടമൊക്കെ എല്ലാ പെർഫോമൻസ്, ഷാറുഖ് എന്ന് പറഞ്ഞ ആ ഒരു ആക്ടറിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസുകൾ ഒന്നായിട്ട് ഞാൻ കരുതുന്ന പടങ്ങളാണ്. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ആക്ച്വലി മനീഷ കൊയ്രാളയുടെ ഫിലിമാണ്. ഇതിൽ ഷാറുഖ് ഖാൻ ഉണ്ടെങ്കിലും ഇതൊരു ഷാറുഖ് ഖാൻ സിനിമയായിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല. ദിൽസെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഈ സിനിമ മൊത്തത്തിൽ പറയുന്നത് മനീഷ കൊയ്രാളയുടെ ആ മേഘ്ന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ട്രോമ, ആ ഒരു കാര്യങ്ങളാണ്. മനീഷ കൊയ്രാളയുടെ ഗംഭീരമായിട്ടുള്ള ടെറിഫിക് പെർഫോമൻസ് ആണ് പടത്തിൽ ത്രൂ ഔട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ചില സൈലൻസ്, പിന്നെ കണ്ണുകൾ, ഇത്രയും എക്സ്പ്രസീവായിട്ടുള്ള കണ്ണുകൾ, ഇതിലൂടെയൊക്കെ പുള്ളിക്കാരി അഭിനയിച്ച് വെച്ചിരിക്കുന്നതല്ല. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിരത്നത്തിൻ്റെ ടച്ച് ഉണ്ട്. മണിരത്നത്തിൻ്റെ ചില സിനിമകളിൽ സൈലൻസിന് ഒരുപാട് അർത്ഥം ഉണ്ടാവും. അതെല്ലാം ഈ പടത്തിൽ നമുക്ക് മനീഷ കൊയ്രാളയുടെ പെർഫോമൻസിലൂടെ കാണാം. പിന്നെ ഉള്ളത് സിനിമാറ്റോഗ്രാഫി ബൈ സന്തോഷ് ശിവൻ്റെ ആ ഒരു ക്യാമറ വർക്ക്. നമ്മളിപ്പോഴും ദിൽസെ 8K സോങ്സ് ഇൻ ദിൽസെ എന്ന് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ പാട്ടുകളും 8K അപ്സ്കെയിൽ ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ 8K അപ്സ്കെയിൽ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പാട്ട്, എല്ലാ പാട്ടുകളും വേണമെങ്കിലും കണ്ടു നോക്കുക. അതിനകത്ത് വരുന്ന സിനിമാറ്റോഗ്രാഫി അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അന്തക്കാലത്ത് ഇവർ ഇതുപോലെയൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ട് പഴയ നമ്മളുടെ ടി വിയിലൊക്കെ കാണുന്നതുകൊണ്ടാണ് നമ്മളൊന്ന് റിയലൈസ് ചെയ്താണ്ട് പോകുന്നത്. പക്ഷേ ഇത് 4K അല്ലെങ്കിൽ 8K അപ്സ്കെയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സിനിമാറ്റോഗ്രാഫിയുടെ ആ ഒരു ഭംഗി, അതായത് എല്ലാ ഫ്രെയിമാണ് സന്തോഷ് ശിവനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല. പിന്നെ ഈ പടത്തിലെ സിംബോളിസം, ഒരുപാട് സിംബോളിസം ഉണ്ട്. എല്ലാ മണിരത്നം പടങ്ങളൊക്കെ പോലെ തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്ത് നേച്ചറിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നതാണെങ്കിലും, ഇപ്പോൾ കാറ്റ്, ഭൂമി, അഗ്നി, അങ്ങനെയുള്ള ഒരുപാട് സിംബോളിസവും കാര്യങ്ങളൊക്കെ പാട്ടുകളിലും അല്ലാതെയൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നല്ല ഒരു ഭയങ്കര മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു സിനിമയാണ്. ഞാൻ പറഞ്ഞല്ലോ, ദിൽസെ ഒരു യുണീക്കായിട്ടുള്ള മൂവിയാണ്. അത് 2 ഭാഷയിൽ ഡബ് ചെയ്തും 2 ഭാഷയിലും ഹിറ്റായില്ല. അങ്ങനെയുള്ളൊരു അൺഫോർച്ചുനേറ്റ് ഈവൻ്റൊക്കെയാണ് നടന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ ഷാറുഖ് ഖാൻ കഷ്ടപ്പെട്ട് അഭിനയിച്ച സ്വദേശ് ആണെങ്കിലും ദിൽസെ ആണെങ്കിലും ഇതുപോലുള്ള പടങ്ങളൊക്കെ ഇതിൻ്റെ ഫെയിലിയർ ആയപ്പോഴാണെന്ന് തോന്നുന്നു പുള്ളി ഈ പഠാൻ അല്ലെങ്കിൽ ജവാൻ പോലുള്ള ഈ ക്രാപ്പ് മൂവീസൊക്കെ വരുന്നത്. അതൊക്കെ 1000 കോടികളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ക്യാരക്ടേഴ്സിൻ്റെ കോൺഫ്ലിക്ട്സ്, സിംബോളിസം ആൻഡ് മെറ്റഫോറിലൊക്കെ കാണിക്കുക എന്നുള്ളത് മണിരത്നത്തിന് പണ്ടേ ഭയങ്കര, പുള്ളി അതിനകത്ത് ജീനിയസ് ആണ്. അപ്പോൾ ഇതിൽ ഇവർ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ്, പിന്നെ ഡാർക്ക്നെസ്, പിന്നെ മഴ, പിന്നെ കാറ്റ്, ഈ സംഭവങ്ങളെല്ലാം ഈ ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ഇന്നർ കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നത് ആക്ച്വലി ഭയങ്കര രസമായിരുന്നു. ഭയങ്കര സിനിമാറ്റിക്, ഭയങ്കര ക്രാഫ്റ്റ് ഉള്ള ഒരു ഡയറക്ടർ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരുപാട് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ദിൽസയിലുണ്ട്. ഈ നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ അത് സിനിമയാക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ അധികമാരും ചെയ്യാത്തുള്ള കാര്യമാണ്. ഇപ്പോൾ 2025 ഇത്രയും സമയമായിട്ടും നോർത്ത് ഈസ്റ്റിലെ പ്രശ്നങ്ങൾ ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ അല്ലെങ്കിൽ അതൊരു സബ്ജക്റ്റാക്കി എടുത്തിരിക്കുന്ന സിനിമകൾ നമുക്ക് വിരലിലെണ്ണാവുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ ഒരു എലിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടാകുന്ന ട്രോമ, ആ ഇൻസർജൻസി, ഈ പ്രശ്നങ്ങളിലൊക്കെ മണിരത്നം ആക്ച്വലി ഇതിനകത്ത്
ഒരു വശത്ത് നിൽക്കാതെ കറക്റ്റായിട്ട്, അതായത് അവരെ ന്യായീകരിക്കാനോ ഇവരെ ന്യായീകരിക്കാനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അതിനകത്ത് പ്രോപ്പറായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പക്ക റിയലിസ്റ്റിക് ആയിട്ട് അതിനകത്തൊരു ഹോണസ്റ്റി ഉണ്ട് പറയുന്ന കാര്യങ്ങളിൽ. ഇവിടെ നടക്കുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങൾ നോർത്ത് ഈസ്റ്റ് റീജിയനിലുള്ളതെല്ലാം പരമാവധി ഒരു ഹോണസ്റ്റ് ആയിട്ടാണ് മണിരത്നം ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഈ സിനിമയുടെ ക്ലൈമാക്സ്. ഞാൻ ഈ സിനിമ ആദ്യമായിട്ട് ടി വിയിൽ കാണുന്നവരെ കണ്ടപ്പോഴേക്കും നമുക്കതിൻ്റെ ഈ സിനിമയുടെ പൊളിറ്റിക്കൽ സംഭവങ്ങളൊന്നും അറിയില്ല. ദിൽസെ എന്ന് പറയുന്നത് നമുക്ക് അന്നത്തെ ഷാരൂഖ് ഖാൻ അന്നത്തെ സിനിമകളെല്ലാം റൊമാൻറ്റിക് മൂവീസ് ആ കാര്യങ്ങൾ വരുന്നു കൂട്ടത്തിലൊരു പടം, അതിനകത്തൊരു ട്രാജിക് ആയിട്ടുള്ള, അപ്പോൾ അന്ന് ഇതിനെക്കുറിച്ച് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കൂടുതലൊന്നും അറിയില്ല. പക്ഷേ ഇന്ന് നമുക്ക് ഈ നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പൊളിറ്റിക്കലി നമുക്ക് ഈ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അറിവ് കിട്ടിയതിന് ശേഷം നമ്മൾ ഈ സിനിമ കാണുമ്പോൾ അത് സംതിങ് നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് പണ്ട് കാണുന്നതിനേക്കാളൊക്കെ എഫക്റ്റീവായിരുന്നു ഇതിൻ്റെ ആ ഒരു ക്ലൈമാക്സ് സീക്വൻസ്. ഈ ക്ലൈമാക്സ് സീക്വൻസിൽ ശരിക്കും ആ മനീഷ കൊയ്രാളയും ഷാറൂഖ് ഖാനൊക്കെ മത്സരിച്ചിട്ടുള്ള ഒരു അഭിനയമായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരുടെയും. പിന്നെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള, ഇങ്ങനെ നിൽക്കും മനസ്സിലിങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോവില്ല, ആ രീതിയിലുള്ളൊരു ക്ലൈമാക്സാണ് പടത്തിൻ്റേത്. പിന്നെ പടത്തിന് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് അത് ആ കാലഘട്ടത്തിൻ്റേതാണ്. ഒരിക്കലും ഞാനത് ഒരു കഥാപാത്രത്തിൻ്റെയോ അല്ലെങ്കിൽ എഴുതിയ ആളുകളുടെ ഒന്നും പറയുന്നില്ല. അപ്പം അന്നത്തെ കാലത്ത് ഈ സ്റ്റോക്കിങ്, ഈ പുറകെ നടക്കുക, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ആ ഒരു ബിഹേവിയറാണ് ഇതിൻ്റെ നമ്മുടെ ഷാറൂഖ് ഖാൻ്റേത്. പുള്ളി സ്റ്റോക്കറാണ്, പുള്ളി പുറകെ നടന്ന് അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടറൊക്കെ അന്നത്തെ കാലഘട്ടത്തിലാണ്. ഇപ്പോഴും 2025 ഇതുപോലുള്ള ആളുകൾക്ക് കുറവൊന്നുമില്ലല്ലോ. എന്നാലും ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ പിന്നെ ചെറിയ നെഗറ്റീവ്സ്. പിന്നെ മേഘ്നയുടെ ക്യാരക്ടറിന് ആ ക്യാരക്ടർ അറിയാം, ആ ക്യാരക്ടറിൻ്റെ ട്രോമ അതെല്ലാം ഗംഭീരമായിട്ട് പോർട്രേ ചെയ്യുന്നുണ്ട്. ഭയങ്കര സ്ട്രോങ് പെർഫോമൻസ് ആണ്, കോൺഫ്ലിക്റ്റ് എല്ലാം പക്ക സ്ട്രോങ് ആണ്. എന്നാൽ പോലും ആ ഒരു ബാക്ക് സ്റ്റോറി എഫക്റ്റീവായിട്ടുള്ള രീതിയിലല്ല ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ മണിരത്നത്തിൻ്റെ തന്നെയാണെങ്കിൽ ദളപതി സിനിമയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതിനകത്ത് രജനീകാന്തിൻ്റെ ക്യാരക്ടറും മമ്മൂട്ടിയുടെ ക്യാരക്ടറും അവർ തമ്മിലുള്ളൊരു ബോണ്ടിങ് കാണിക്കുന്നുണ്ട്. അതിന് പ്രത്യേക റീസണോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് നിമിഷങ്ങൾ കൊണ്ട് ഇവൻ തളപതി കുടുംബത്തിനെ പരിചയപ്പെടുത്തുന്നതാണ്. ഇനി മുതൽ ഇവൻ എൻ്റെ എല്ലാമാണ്. ഇവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി. എന്നാൽ അതിനുള്ള ഒരു കോൺക്രീറ്റ് റീസണോ തുടങ്ങിയ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള മണിരത്നത്തിൻ്റെ ആ ഒരു സംഭവം തന്നെയാണ് ഇന്നത്തെ മേഘ്നയുടെ കാര്യത്തിലും എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ആ മേഘ്നയുടെ ക്യാരക്ടറിന് ഒരു ലിമിറ്റഡ് ആയിട്ടാണ് അതൊരു എക്സ്പ്ലോർ ചെയ്യുന്നത്. അതൊരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു കുറവ് തന്നെയാണ്. അത് എന്തുകൊണ്ട് മണിരത്നം അതിനെ പ്രോപ്പറായിട്ട് അതും ഇത്രയും റൺ ടൈം ഉള്ള ഒരു സിനിമയിൽ ഈ മേഘ്നയുടെ ഒരു പ്രോപ്പർ ക്യാരക്ടർ ആർക്ക് എന്തുകൊണ്ട് കാണിച്ചില്ല എന്നുള്ളത് അതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയും റൺ ടൈം ഉള്ളൊരു പടത്തിൽ ആ ഒരു മനീഷ കൊയ്രാള ഒരു ക്യാരക്ടറിന് കുറച്ചുകൂടി ഡെപ്ത് ഉള്ളൊരു ക്യാരക്ടർ അവർക്ക് മണിരത്നം കൊടുക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ പടം സ്ലോ ആണ് ഭയങ്കര അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ ആ ഒരു മൂഡ്, ആ ഒരു അറിയാലോ റൊമാൻസ് വിത്ത് പൊളിറ്റിക്കൽ ഇൻസർജൻസി പ്ലസ് ടെററിസം, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിരിക്കുന്ന അപൂർവം സിനിമകളാണ്. പിന്നെ ഇതൊരു യുണീക്കായിട്ടുള്ളൊരു പടം കൂടിയാണ്. റഹ്മാൻ്റെ മ്യൂസിക്, സന്തോഷ് ശിവൻ്റെ ക്യാമറ, പിന്നെ ഗംഭീര പെർഫോമൻസ്, പിന്നെ മണിരത്നത്തിൻ്റെ കിഡിലൻ ഡയറക്ഷൻ, അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ക്ലാസിക് ആയിട്ടുള്ള ഇതുപോലുള്ള ഗംഭീരമായിട്ടുള്ള സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ അത് തിയേറ്ററിൽ കാണാൻ പറ്റുക എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്ന ആളാണ് ഞാൻ. ഒരുപാട് ക്ലാസിക് സിനിമകളുണ്ട് തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ മൾട്ടിപ്ലക്സ് PVR പോലുള്ള ഇതുപോലുള്ള വലിയ നടന്മാരുടെ ബർത്ത്ഡേ സ്പെഷ്യലൊക്കെ ആയിട്ട് ഇങ്ങനെ സിനിമകളൊക്കെ വരുന്നതുകൊണ്ട് സന്തോഷം. അപ്പോൾ ഇനിയും ഒരുപാട് റിലീസ് വരണമെന്നാണ് ആഗ്രഹം. ഈ വർഷം 260ഓളം സിനിമകൾ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞു. പക്ഷേ റിലീസ് സിനിമകൾ കാണുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ആ ഹാപ്പിനെസ് വേറെ സിനിമകൾക്ക്, അതായത് ഒറിജിനൽ റിലീസ് സിനിമകൾക്കൊന്നും തരാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ക്ലാസിക് സിനിമകൾ തിയേറ്ററിൽ കാണുമ്പോഴുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല.